I'm with Sonia. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഉണ്ടല്ലോ ഒരു ഫോട്ടോഷൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പം ഭയങ്കര കോമൺ ആണല്ലോ. അപ്പം നമ്മൾ ഒരു ന്യൂ ബോൺ ഫോട്ടോഷൂട്ടിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞാവ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പുറത്ത് പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പം 2 weeks കഴിഞ്ഞു. സോ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ഭയങ്കര കോമൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈനിൽ കുറേ പേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അഫോർഡബിൾ ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ഫീൽ ചെയ്ത് ഒരു ഫോട്ടോഗ്രാഫറിനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അങ്ങനെ അവർ നമ്മളോട് പറഞ്ഞു ഇന്ന് അവിടെ ചെല്ലാനായിട്ട്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഇന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഇത് ലീഡ്സിലാണ്. അപ്പോൾ നമ്മൾ ലീഡ്സിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കുഞ്ഞിനെ വെച്ചുകൊണ്ട് പോകുന്നതിന്. അവൾ ഓക്കെയാണ്. അതുകൊണ്ട് അവളിവിടെ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്, കണ്ടല്ലോ. ഞാൻ ബാക്ക് സീറ്റിലാണ് ഇപ്പം. അവൾ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ഫീഡും ഒക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം ഫോട്ടോഷൂട്ടിന് സെറ്റ് ചെയ്യാൻ. ഇന്നത്തെ വ്ളോഗിൽ കുഞ്ഞിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ കൊച്ചു കൊച്ചു ക്ലിപ്സും ഒക്കെ കളക്ട് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം കാഴ്ചകൾ കാണുക. സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലെത്തി. ആക്ച്വലി ഇതൊരു സ്റ്റുഡിയോ അല്ല, ഇതൊരു വീടാണ്. വീടിൻ്റെ അകത്ത് അവരൊരു റൂമിനെ സ്റ്റുഡിയോ ആക്കി മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ എത്തിയ ഉടനെ തന്നെ കുഞ്ഞിനെ ഒന്ന് ഫീഡ് ചെയ്യിപ്പിച്ച് അവളെ ഒന്ന് ഹാപ്പിയാക്കി. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പം അവളെ ഡ്രസ്സപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. പിന്നെ നമ്മൾ ഓൺലൈനിൽ ഈ ഫോട്ടോഗ്രാഫറുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ നമ്മളോട് കളർ പ്രിഫറൻസസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചൂസ് ചെയ്തിരുന്നത് ബ്രൗണും പിന്നെ ബേജ് പിന്നെ പിങ്ക് ഷെയ്ഡുമാണ്. അപ്പം ആ ഷെയ്ഡ്സിനൊത്ത് സെറ്റപ്സ് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ. അപ്പം കുഞ്ഞിനെ ഡ്രസ്സപ്പ് ചെയ്യുക, ആ സെറ്റിങ്ങിലോട്ട് കിടത്തുക, ഫോട്ടോ എടുക്കുക, ഇതായിരുന്നു പരിപാടി. പക്ഷേ സമയമെടുക്കും. കാരണം ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല, 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് തീരുന്ന സംഭവമല്ല. കാരണം അവർക്ക് ഇടയ്ക്ക് ഫീഡിന് ആവശ്യം വരും, പിന്നെ എന്താ പറയുന്നത് നാപ്പി ചേഞ്ചസ് വരും. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ കുറച്ച് നല്ല പേഷ്യൻസ് തന്നെ വേണം കേട്ടോ. പക്ഷേ എന്താ പറയുന്നത്, ഈ ഒരു ഫോട്ടോഗ്രാഫറിനെ പറ്റി പറയുകയാണെങ്കിൽ പല്ലവി എന്നാണ് പേര്. പുള്ളിക്കാരുടെ പേജും ഡീറ്റെയിൽസും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലേ പെറ്റിറ്റ് ചാറ്റ് ഫോട്ടോഗ്രാഫി എന്നാണ് ഇവരുടെ പേജിൻ്റെ പേര് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാക്കേജസ് ഒക്കെ കാണാം. എത്ര ഫോട്ടോഗ്രാഫ്സാണ് അവരൊരു റേറ്റിന് ചെയ്യുന്നതെന്നെല്ലാം അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ബ്രൗൺ ഷെയ്ഡിലുള്ള കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ ഷെയ്ഡ് മാത്രമേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പുള്ളിക്കാരുടെ കഴിവാണ് ബാക്കിയെല്ലാം. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പേര് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഡിസ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്സ്. ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് സെറ്റിംഗ്, പിങ്ക് ഷെയ്ഡ്. ആക്ച്വലി ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് ഫീഡൊക്കെ കൊടുക്കേണ്ട സമയമുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോയിൽ. ആൻഡ് എന്താ പറയുന്നത്, കുഞ്ഞിനെ ഡ്രസ്സപ്പ് ചെയ്യാനൊക്കെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 പിങ്ക് സെറ്റപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും നല്ലത് ഏതാണോ അതെടുക്കാവുന്നത്. പക്ഷെ വന്നപ്പം എല്ലാം നല്ലതായിരുന്നു. അതുകൊണ്ട് 2ഉം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, കാണുക.
നമ്മൾ ചൂസ് ചെയ്ത മൂന്നാമത്തെ സെറ്റാണ് ബേജ് ഷെയ്ഡ് കേട്ടോ. നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് അവർ ഓപ്ഷൻസ് തരും. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് വേണമെന്ന്. ഡാർക്ക് ഷെയ്ഡ്സ് എടുക്കാം, എർത്ത് ടോൺസ് എടുക്കാം, നമുക്ക് പേസ്റ്റൽ എടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പെട്ടെന്ന് വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.